ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന് നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാവരും ചൂട് പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിന് എന്തായാലും വീഴാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ്. പെട്ടെന്ന് ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പാസോ അല്ലെങ്കിൽ അതിന് കൂടുതലും കിട്ടും. ഒന്നും അറിയാണ്ട് എന്താ പഠിക്കേണ്ടതെന്ന് ലാസ്റ്റ് മിനിറ്റിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇംഗ്ലീഷ് കൂടി കയ്യിൽ വശമുണ്ടെങ്കിൽ നമുക്ക് A+ൻ്റെ ഒരു ലെവലിൽ എത്താൻ പറ്റും. അപ്പോൾ ഗ്രാമർ അങ്ങനത്തെ വൺ വേർഡിൻ്റെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതുകൂടി എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കണ്ട, നമുക്ക് വേണ്ടിക്കൽ ഫുൾ മാർക്ക് തന്നെ കിട്ടാൻ പറ്റുന്ന വകുപ്പുണ്ട്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് മാത്രമുള്ള പഠിച്ചു പോയാൽ മതി. ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സിമ്പിളായിട്ടുള്ള സ്റ്റോറീൻ്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ നോക്കുകയാണ് വേണ്ടത്. അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, പ്രൈസ് ഓഫ് ഫ്ലവർ, ട്രിപ്പ് ഓഫ് ലെഹോല, സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്, സേരാങ് ഓഫ് റനഗാഞ്ചി, ഗൂസ്ബെറീസ്, കോൺസെപ്റ്റ്സ് ഓഫ് ഫ്രൂട്ട്. ഇതൊക്കെ സ്റ്റോറീൻ്റെ സമ്മറി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അത് ഗൈഡോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, സമ്മറീൻ്റെ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ. പിന്നെ വേണ്ടത് പോയറ്റിക് ഡിവൈസസ്, റൈം സ്കീം, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ്, അതിൻ്റെയൊക്കെ മീനിങ് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി വെക്കണം. ഏതൊക്കെ പോയംസ് ആണെന്ന് വെച്ചാൽ ഇഫ്, അതുപോലെ തന്നെ ഡെഡ് ദ ലെവലർ, സൺറൈസ് ഓഫ് ദ ഹിൽസ്, ടൈറ്റാനിക്കിൻ്റെ ഒരു ചാപ്റ്റർ, ടു സ്ലീപ്പ്, അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടൊക്കെ ഒന്ന് ശരിക്ക് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി ബൈഹാർട്ട് ആക്കുകയാണെങ്കിൽ അത്രയും നല്ല. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ബൈഹാർട്ട് ആക്കണമെന്നില്ല, മനസ്സിലാക്കി പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി വായിക്കുന്നതല്ലാണ്. ഏതൊക്കെ പാഠങ്ങളാണെന്ന് വെച്ചാൽ ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ്, പിന്നെ ഗാന്ധിൻ്റെ പാഠം, ദെൻ ഗാന്ധിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പിന്നെ വാക്കിംഗ് ഇൻ സൈബർ സ്പേസ്, സൊസൈറ്റി ഡെഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ഇത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് പോയിൻറ്റ്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് എക്സാമിന് ടൈം ഇല്ല, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ എഫക്റ്റ് ചെയ്യുന്ന മഴ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് സ്റ്റഡി റിലേറ്റഡ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. ഇനി വരുന്ന ഒരു പ്രസൻറ്റ് ബയോ സയൻസിൻ്റെ ആയാലും സബ്ജക്ട്സ് ഒക്കെ ഏതെങ്കിലും സബ്ജക്ട്സ് വേണ്ടിക്കൽ എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെയോ വേണ്ടിക്കൽ നിങ്ങൾ ചോദിക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്. പിന്നെ എക്സാമിന് എന്തായാലും അതിന് വേണ്ട ടൈപ്പ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോസ് ഇതിലുണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും ഇത്രയൊക്കെ പഠിക്കുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ PYQ നോക്കാം. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. മാഗീൻ്റെ സെറാങ്ങിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ചാണ്. പിന്നെ മാഗീൻ്റെ അമ്മേനെ വരാൻ ചാൻസ് ഉണ്ട്, മിസ് ക്ലിഫോർഡിന്. പിന്നെ കലാം, സ്റ്റീഫൻ, അവരൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച്. അപ്പോൾ ഏകദേശം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മറ്റുള്ള ആളെ വെച്ച് കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. കോൺഫിഡൻസിൻ്റെ ഒക്കെ സ്പീച്ച് വെച്ചാൽ പിന്നെ സീകളിൻ്റെ ഒരു ചാപ്റ്ററിന് ഒരു മോട്ടീവ്, അത് റിലേറ്റഡ് ആയിട്ട് ഒരു സീകളിൻ്റെ എന്തുകൊണ്ടാണ് ഒരു പാരൻസിൻ്റെ റോളല്ല ഇമ്പോർട്ടൻ്റ്, അതിനെക്കുറിച്ച് വരാം. അല്ലെങ്കിൽ സേക്രഡ് ടേർട്ടിൽസിൻ്റെ ഒരു ലൈവ് ന്യൂസ് റിപ്പോർട്ട് വരാം. അല്ലെങ്കിൽ ലേഹർലേൻ്റെ നിങ്ങൾക്ക് ടേക്ക് ഓഫിൻ്റെ വരാം. അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതും വരാം, ന്യൂസ് റിപ്പോർട്ടും വരാം. അത് നന്നായിട്ട് പഠിക്കാം. പിന്നെ ഗൂസ്ബെറീസിന് അങ്ങനെ ഇതുമായിരുന്നതിൻ്റെ നറേഷൻ, റൈറ്റ്, അപ്പോൾ ആ രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ PYQ നല്ല രീതിക്ക് തന്നെ നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഓൾ ദ ബെസ്റ്റ് ഞാൻ നേരുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു.